കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ മുൻ ബി.ജെ.പിക്കാരനായ സന്ദീപ് വാര്യരും ആർ.എസ്.കാരനും ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബി ഗോപാലകൃഷ്ണൻ തമ്മിൽ കൊമ്പുകോർത്തിരുന്നു. കാവിക്കൊടി പിടിച്ച ഭാരതാംബയെ ആർ.എസ്.എസിന്റെ കാര്യാലയത്തിൽ കൊണ്ടുവെക്കണം, ഇത് കേരളമാണ് എന്ന് പറഞ്ഞതിനെ ഗോപാലകൃഷ്ണൻ സന്ദീപ് വാര്യരെ പോടാ വാര്യരെ എന്ന് വിളിച്ചതാണ് പ്രശ്നം. എടാ പോടാ എന്ന് വിളിച്ചാൽ വായിലെ പല്ല് ബാക്കി കാണില്ലെന്നാണ് സന്ദീപ് വാര്യർ മറുപടി നൽകി. പിന്നീട് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രണ്ടുപേരും ഈ വെല്ലുവിളികൾ തുടരുകയാണ്. ഗോപാലകൃഷ്ണ, ചാനൽ ചർച്ചയിൽ എനിക്ക് അനുവദിച്ച സമയത്ത് മാന്യമായി എന്റെ പാർട്ടിയുടെ ഭാഗം അവതരിപ്പിച്ചു പോകുമ്പോൾ അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് പോടാ എന്ന് വിളിച്ചത് താങ്കളാണ്. സ്റ്റുഡിയോയിൽ വളരെ ദൂരെയിരിക്കുന്ന സൗകര്യം മുതലെടുത്തുകൊണ്ട് സഹ പാനലിസ്റ്റിനെ അനാവശ്യം വിളിച്ചാൽ കേട്ടുകൊണ്ടിരിക്കാൻ സൗകര്യമില്ല. തൊട്ടടുത്തിരുന്നാണ് ഇത് വിളിച്ചതെങ്കിൽ ഗോപാലകൃഷ്ണന്റെ വായിൽ പല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ്. ബാക്കി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളോട് പുച്ഛം മാത്രമേ ഉള്ളൂ. രാജീവ് ചന്ദ്രശേഖരന്റെ ടീമിൽ എങ്ങനെയെങ്കിലും ഇടം കിട്ടാൻ, സൈബർ സംഘികളുടെ കയ്യടി കിട്ടാൻ, ആർ.എസ്.എസിനെ സോപ്പിടാൻ പുട്ടിന് പീര പോലെ ഗോപാലകൃഷ്ണൻ ഇടയ്ക്കിടെ നടത്തുന്ന അഭ്യാസങ്ങൾ എനിക്ക് മനസ്സിലാവും. രാഷ്ട്രീയ ഭാവി അസ്തമിച്ച തൃശൂരിലെ ബി.ജെ.പി പ്രവർത്തകർക്ക് പുല്ലുവില പോലുമില്ലാത്ത സിറ്റിംഗ് സീറ്റായ കുട്ടൻകുളങ്ങരയിൽ നിന്ന് സ്വന്തം പാർട്ടി പ്രവർത്തകർ പൊട്ടിച്ചുവിട്ട നിങ്ങളോട് തർക്കിച്ച് കളയാൻ എനിക്ക് സമയവുമില്ല. ആർ.എസ്.എസുകാരന്റെ പിപ്പിടിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ വിളിച്ചാൽ 10 പേർ പോലും വരാനില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രാവിലെ തന്നെ ഒട്ടക ഫ്രൈ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല, നിർബന്ധിക്കരുത്. ഇതാണ് സന്ദീപ് വാര്യർ ആ പോസ്റ്റിലൂടെ പരിഹസിക്കുന്നത്. എന്നാൽ ബി ഗോപാലകൃഷ്ണൻ അതേ നാണയത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ചാനലിൽ കിടന്ന് ഗീർവാണം മുഴക്കുകയും മൂന്നാം കിട ഭീഷണിയും മുഴക്കിയവനോട് എനിക്ക് പറയാനുള്ളത് അതെ, ആർ.എസ്.എസുകാരൻ തന്നെയാണ്. 9 വയസ്സ് മുതൽ സംഘത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിവാർ പ്രസ്ഥാനങ്ങളുടെയും സംസ്ഥാന തലത്തിലുള്ള മുതിർന്ന ചുമതലകൾ വഹിച്ചിട്ടാണ് ബി.ജെ.പി എന്ന ദേശീയ പ്രസ്ഥാനത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ എത്തിയത്. 1981 തൃശൂർ കേരളവർമ്മ കോളേജിൽ SFI കൊടികുത്തി വാണ കാലഘട്ടത്തിൽ സഖാക്കളുടെ ഭീഷണികൾ വകവെക്കാതെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ പേരിൽ എന്റെ കാലുകൾ കുട്ടി സഖാക്കൾ തല്ലി തകർത്തിട്ടും പിന്തിരിഞ്ഞിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ കേരളവർമ്മയിൽ ABVP ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിന് എന്നെ വിജയിപ്പിച്ച ചരിത്രമാണ് ഉള്ളത്. വർഷം 50 കഴിഞ്ഞു സംഘപ്രസ്ഥാനങ്ങൾക്കൊപ്പം കൂടിയിട്ട്. അധികാരത്തിനോ കസേരക്കോ വേണ്ടി ആരുടെയും പിന്നാലെ പോയിട്ടില്ല. നിന്നെപ്പോലെ സോഷ്യൽ മീഡിയ വഴിയും പിന്നീട് ജനൻ TV തന്ന അവസരങ്ങൾ വഴിയും 2016 ബി.ജെ.പി അംഗത്വം എടുത്തു വന്നവനല്ല ഞാൻ. 2021 തൃശൂരിൽ സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പേപ്പട്ടിയെ തല്ലുമാതിരി അടിയും വാങ്ങി കണ്ടം വഴി പെരിന്തൽമണ്ണക്ക് ഓടിയതും 2 വർഷത്തോളം പാർട്ടി അകറ്റി നിർത്തുകയും ചെയ്ത നിന്റെ നാറിയ കഥകളും എന്നെ കൊണ്ട് പറയിക്കരുത്. ചാനൽ ചർച്ചകളിൽ നിന്റെ മാതിരി ഭാഷകൾ ഉപയോഗിക്കാൻ ചിലപ്പോൾ ഞാൻ വളർന്നു വന്ന സംസ്കാരം എന്നെ അനുഭവിച്ചെന്ന് വരില്ല. പിന്നെ നീ ഒറ്റ വാപ്പാക്ക് പിറന്ന ശങ്കർവർഗം തന്നെയാണെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുക. നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ വരാം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നേ വരെ ഒരു കോൺഗ്രസ്സുകാരനും ആർ.എസ്.കാരനോട് നേർക്കുനേർ മുട്ടിയ ചരിത്രവുമില്ല. ആ റെക്കോർഡ് നിന്റെ പേരിലുണ്ടാവും. ആണായി പിറന്നവനെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുക. അല്ലാതെ ചാനലിൽ കിടന്ന് ഉത്തരം മുട്ടുമ്പോൾ പട്ടിഷോ കാണിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ബി ഗോപാലകൃഷ്ണൻ നൽകിയ അതിശക്തമായ മറുപടി. ഒരാൾ മുൻ ബി.ജെ.പിക്കാരനാണെങ്കിൽ മറ്റേയാൾ അടിയുറച്ച സംഘപരിവാറുകാരനാണ്. ഇവർ തമ്മിൽ തല്ലുന്നത് മറ്റുള്ള പാർട്ടിക്കാർ വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം പല അറിയാത്ത പിന്നാമ്പുറ കഥകളും ഇവർ ആവേശം കൂടുമ്പോൾ വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്. ബി.ജെ.പിയുടെ പല ഉൾപ്പാട്ട് രഹസ്യങ്ങളും ഈ ഏറ്റുമുട്ടലിന്റെ മൂർധന്യ അവസ്ഥയിൽ പുറത്തു വരാനും സാധ്യതയുണ്ട്.